അപ്പം നമ്മളിപ്പം റോട്ടിൽ നിൽക്കുകയാണ്. ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട് വണ്ടിക്ക് കേട്ടോ. കാര്യം വെച്ചാൽ വണ്ടി പോകുന്നതിൻ്റെ ഇടയ്ക്ക് ജെർക്കിങ് വരിക. ഫ്രണ്ട് സെക്ഷനിൽ ഭയങ്കര ജെർക്കിങ് ആ ഒരു ഷോക്ക് അബ്സോർബറിൻ്റെ ഏരിയയിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഓയിൽ സീൽ പോയതാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഈ ഒരു റിസ്ക് വെച്ചിട്ട് നമുക്ക് കച്ച് പോലത്തെ സ്ഥലത്തേക്കൊന്നും പോകാൻ പറ്റില്ല. കാര്യം വെച്ചാൽ അവിടെയൊക്കെ ഭയങ്കര റിസ്ക്കാണ്. കാര്യം ഇതുപോലത്തെ മഹീന്ദ്രൻ്റെ ഷോപ്പോ കാര്യങ്ങളോ ഒന്നും അവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഷോറൂമിലേക്ക് പോയി നോക്കാം. വേറെ ഓപ്ഷനൊന്നുമില്ല. അപ്പം മൊത്തത്തിൽ ഇന്നത്തെ യാത്ര കൊളായി, അത്രയും പറയാനുള്ളൂ. അപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല, യാത്രയിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏതായാലും നമുക്ക് ഷോറൂമിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, जयराज कॉम्प्लेक्स ये है. इधर एक महिंद्रा का सर्विस है आगे. ഗൈസ് നല്ല കോമഡി ആയിട്ടുണ്ട് ഇവിടെ. ശരിക്കും ഇവിടെ നല്ലൊരു ടെക്നീഷ്യൻ ഇല്ല, ഒന്നുമില്ല. അഹമ്മദാബാദ് പറയുമ്പോൾ നമ്മൾ നല്ല പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു സ്ഥലമല്ലേ ഗുജറാത്തിലെ. ആ ഒരു സ്ഥലത്ത് പോലും അവസ്ഥ ഇതാണ്. അവർക്ക് എന്താ ചെയ്യേണ്ടി പോലും അറിയില്ല. അവർ വന്നിട്ട് ജസ്റ്റ് വണ്ടി ഇങ്ങനെ നോക്കി, വണ്ടി നോക്കിയിട്ട് അതിന് നെട്ടും പോയിട്ടൊക്കെ ജസ്റ്റ് ടൈറ്റാണോ നോക്കി, വണ്ടി ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് പോലും ഇല്ല. അപ്പോൾ അതാണ് അവസ്ഥ. ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് അറിയില്ല. അപ്പോൾ ഇനി സ്വന്തം തന്നെ റിപ്പയർ ചെയ്യേണ്ടി വരും തോന്നുന്നുണ്ട്. നമുക്ക് വേറെ രക്ഷയൊന്നുമില്ല. അപ്പോൾ നോക്കാം, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇവിടുന്ന് എന്തായാലും രക്ഷപ്പെടണം. കാരണം വെച്ചാൽ ഇവിടുന്ന് ഇനി നന്നാക്കി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഇല്ല. സ്വന്തമായിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഈ ഒരു സെക്ഷനാണ് ഇവിടെ. ഈ ഒരു സെക്ഷനിലാണ് നമുക്ക് സൗണ്ട് വരുന്നത്. പോകാൻ പറയുന്നത് എന്താ വെച്ചാൽ മൊത്തം സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് പറയുന്നത് കേട്ടോ. അത് നോക്കാം നമുക്ക്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ അവിടുന്ന് ഇറങ്ങി തിരിച്ച് പോകുന്നു കേട്ടോ. തിരിച്ച് പോകുന്ന വേസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്കുണ്ടായത് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്കിത് ചെക്ക് ചെയ്യാനും അറിയില്ല, ഒന്നും അറിയില്ല. അപ്പോൾ കുറച്ച് കാറ്റ് കുറവുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കാറ്റടിച്ചിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. അപ്പോൾ അവർ പറഞ്ഞ് കാറ്റടിക്കണം എന്നല്ലേ, കാറ്റൊക്കെ നമ്മൾ അടിച്ചു. ഈവൻ നമ്മൾ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് പോലും ഇല്ല. ഈവൻ നമ്മളെ വണ്ടിയെ ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് ഒരു റൈഡർ ഉണ്ട്. ഫ്രം കേരള. ഫ്രം കേരള. നോ പ്ലാനിങ് ടു കച്ച്, റൺ ഓഫ് കച്ച്. അപ്പോൾ ഇത് നോക്കിയേ, അഹമ്മദാബാദ് ടു ലണ്ടനിലേക്ക് ഒരു ട്രിപ്പ് 22,600 കിലോമീറ്റേഴ്സ്, 63 ഡേയ്സ്, 17 കൺട്രീസിൽ ട്രാവൽ ചെയ്ത ആളാണ് കേട്ടോ അത്. പ്രകാശ് പട്ടേൽ. ഓക്കെ, അപ്പോൾ അവരെ ബൈക്കാണിത്. അന്ന് ട്രാവൽ ചെയ്ത സംഭവമാണ് കേട്ടത്. ഓക്കെ, നമുക്ക് ഇവരൊക്കെ മീറ്റ് ചെയ്തില്ല, പിന്നെ ആരെ മീറ്റ് ചെയ്യല്ലേ? അടിപൊളി. ജസ്റ്റ് മീറ്റ് ചെയ്തിട്ട് സംസാരിച്ച് വരാം കേട്ടോ. Okay, no problem. ഓക്കെ. And you know what you have to do? You have to stay. I have a flat. നമുക്ക് ഈ പടച്ചോൻ്റെ സഹായം എന്നൊക്കെ പറയില്ല, അങ്ങനെ ഒരു സഹായമാണ് ഇപ്പോൾ കിട്ടിയത് കേട്ടോ. അത് ചിലപ്പോൾ മനുഷ്യരിലൂടെയാണ് അത് കിട്ടുക. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഹൈവേയിൽ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് വണ്ടി ഓടിക്കുന്നത് കണ്ടിട്ട് അദ്ദേഹം കുറേ മുന്നിൽ പോയിട്ട് വണ്ടി നിർത്തി നമ്മളെ വെയിറ്റ് ചെയ്ത് നമ്മളെ വിളിച്ചു. എന്നിട്ട് അവർ നമ്മളോട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. എന്നിട്ട് അവർ പറഞ്ഞതെന്താ വെച്ചാൽ അവരൊരു ഫ്ലാറ്റ് ഉണ്ട് ഇവിടെ ഫ്രീ ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ആ ഫ്ലാറ്റിൽ നമുക്ക് താമസിക്കാം. എന്നിട്ട് ഫ്രഷ് ആകുന്ന സമയമാകുമ്പോഴത്തേനും പുറത്തുനിന്ന് നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്നിട്ട് നമുക്ക് ബൈക്കൊക്കെ സോൾവ് ചെയ്തിട്ട് ഇവിടുന്ന് പോകാമെന്ന് കേട്ടോ പറഞ്ഞത്. അദ്ദേഹം ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. കാരണം വെച്ചാൽ അഹമ്മദാബാദ് ടു ലണ്ടൻ വരെ ഇങ്ങനെ ഒരു ബൈക്ക് ഓടിച്ചിട്ട്, ഈ ഒരു ഹിമാലയൻ ബൈക്ക് ഓടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അത്രയും ആ ഒരു സമയത്ത് 2018 അങ്ങനെ ഒരു വിഷൻ അദ്ദേഹത്തിന് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടുള്ള ബൈക്ക് റൈഡിങ്ങിനോടുള്ള ഒരു പാഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ അപ്പോൾ ഗൈസ് നമ്മളിപ്പം പ്രകാശ് ഭായിൻ്റെ ഓഫീസിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രകാശ് ഭായി ഇപ്പോൾ ഒരു മെക്കാനിക്കിനെ കോൺടാക്ട് ചെയ്യാണ്. അപ്പോൾ കോൺടാക്ട് ചെയ്തിട്ട് അവർ വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. അഹമ്മദാബാദ് ടു ലണ്ടൻ
അഹമ്മദാബാദ് ലണ്ടൻ ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ട് കേട്ടോ. അതേമാതിരി കാശ്മീർ, ലഡാക്ക്, നേപ്പാൾ, ഭൂട്ടാൻ എല്ലാം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരിപ്പോൾ ആരൊക്കെയൊക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ വണ്ടി റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഓരോ ഓഫീസിലേക്ക് പോവാം, എന്നിട്ട് അവിടെ അവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, നോക്കിക്കേ, നമുക്ക് ലക്കാണ്. നമ്മൾ ഓരോ സ്ഥലങ്ങളിലെത്തുമ്പോൾ ഓരോരുത്തരും നമ്മളെ സഹായിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മളെ അവരെ ഓഫീസിലേക്ക് പോവാം, എന്നിട്ട് അവിടുന്ന് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. I can say whatever I'm able to do, I will do. Always I'm trying my best. Thank you. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഹൈവേന്ന് കണ്ടതാണ്. ഹൈവേന്ന് കണ്ട് നമ്മളെ നിർത്തി. അപ്പോൾ നമ്മളവിടെ ലോക്കൽ വർക്ക്ഷോപ്സ് ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്താണ് പ്രകാശ് ഭായിനെ കണ്ടത്. അപ്പോൾ അവർ നേരെ നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നമുക്കിവിടെ റൂം കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇന്ന് യാത്ര ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ചിലപ്പോൾ നമുക്കിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് റൈഡ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് നോക്കിയേ, ഇത് പ്രകാശ് ഭായ് ഗിഫ്റ്റ് തന്നാണ് കേട്ടോ. ഓക്കെ, Ahmedabad to London. Actually, what is this for? Yeah, you can explain. Last year I was the president in Lions Club of Karnavati. Okay. Lions Club of Karnavati, Ahmedabad, the world's biggest club. Club. More than 2,000 members in my club. Okay. We are NGO. We have a hospital, we have eye hospital, blood bank, dialysis center, we have school. Okay. Best club president. Wow. ഒരുപാട് ട്രോഫീസും കാര്യങ്ങളൊക്കെ കിട്ടിയ ആളാണ് കേട്ടോ. My fan. When I came back from London, he gave me this gift. Wow. ആ സംഭവം അടിപൊളിയാണ് കേട്ടോ. അതെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ഒരു സംഭവമായി പോയിട്ട് ഒരു മീറ്റിംഗ് നമുക്ക് നമ്മളെ ബൈക്ക് കാര്യങ്ങളൊക്കെ നന്നാക്കണം, ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിപ്പോ പ്രകാശ് ഭായ് നമുക്ക് അറേഞ്ച് ചെയ്ത് തന്ന ഒരു എന്താ പറയാ ഫ്ലാറ്റാണ് ഇപ്പം നമ്മൾ കണ്ടുപിട്ടിട്ടുള്ളൂ ആ ഒരു ഹൈവേന്റെ സൈഡിൽ നിന്ന്. അപ്പൊ നമ്മള് ചെറുങ്ങനെ ബൈക്കിലേക്ക് ഇങ്ങനെ നോക്കുന്ന കണ്ടപ്പോൾ മൂപ്പർക്ക് തോന്നിയതാണ് നമുക്ക് എന്തോ പ്രശ്നമുണ്ട്. അങ്ങനെ വണ്ടി വരുത്തി അങ്ങനെ അവിചാരിതമായിട്ട് കണ്ടുപിട്ടിയ ഒരാളാണ് കേട്ടോ. ഒന്ന് ആലോചിക്കുക, നമുക്ക് വേണ്ടിയിട്ട് ഈ റൂം കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിരുന്നു. പിന്നെ നമുക്ക് പെട്ടെന്ന് പോകാം, അവര് നമ്മളെ വെയിറ്റ് ചെയ്യണം. ഇന്ന് എവിടേക്കോ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു അവരാരോ കൂടെ എന്തോ ഒരു മീറ്റിംഗ് എന്തോ പ്ലാൻ ഉണ്ട്, അതൊക്കെ ക്യാൻസൽ ചെയ്ത് നമുക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെന്താ, ഓക്കെ പിന്നെ നമുക്ക് പോവാം. നമ്മളിപ്പോൾ നമ്മളെ ബൈക്ക് ഇവിടുത്തെ ലോക്കൽ ഒരാളെ പ്രകാശ് ഭായ് നമുക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവരെ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു ലോക്കൽ വർക്ക്ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് മോജോൻ്റെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇതിൻ്റെ ടയർ ബെയറിങ് ലോക്കായതാണെന്നാണ് പറഞ്ഞത്. ഇതാണ് വർക്ക്ഷോപ്പ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ജാക്കിയൊക്കെ വെച്ചു. ദിസ് വൺ ഓക്കെ. അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ പ്രശ്നം, അത് കണ്ടില്ലേ. ഓക്കെ, ബൈക്കിൻ്റെ ബെയറിങ് പോയതാണ്. അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന ഇഷ്യൂസൊക്കെയാണ് ബൈക്കിൻ്റെ നമ്മൾ കുറേ ഓടുന്ന സമയത്ത്. അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനത്തെ ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ലോക്കൽ വർക്ക്ഷോപ്സിനെ കോൺടാക്ട് ചെയ്യുക. കാരണം വെച്ചാൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസിലി ഇതൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുമല്ലോ. സർവീസും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നിട്ട് 650 രൂപ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. അടിപൊളി മനുഷ്യനാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഗൈസ് നമ്മളിപ്പം ഇവിടെ കുനാൽ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ റൈഡേഴ്സിൻ്റെ ഒരു റൈഡർ മെമ്പറാണ്, അവരെ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പ്രകാശ് ഭായ് നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് ഒരു ഗൺ റൈഡേഴ്സ് റൈറ്റ്. Presenting this badge, it's a very valuable badge. Okay. And so you're one of the riders now. We met you on the road because of Prakash Bhai. And so he's a person I told you he gets people, picks up people and takes them. So lucky to get this badge. Want me to put it on? Or? Yeah. ഗൺ റൈഡേഴ്സ് മോട്ടോർ സൈക്കിൾ ക്ലബ്ബ് 2001 സ്റ്റാർട്ട് ചെയ്തതാണ് അഹമ്മദാബാദിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ മെമ്പേഴ്സ്. Kiran Chauhan, Vishal Mani, Vikram. ഇത് നമ്മളെ സ്വന്തം പ്രകാശ് ഭായ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് റൂമിലേക്ക് പോയിട്ട് നമുക്ക് അവിടുന്ന് കുറച്ച് കാര്യങ്ങളോട് സംസാരിക്കാണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രകാശ് ഭായിൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്ത് റൂമിലേക്ക് വന്നാണ്. കുറച്ച് വർക്കുകൾ കാര്യങ്ങൾ നമ്മൾ എഡിറ്റിങ് അങ്ങനത്തെ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ, കുറച്ച് നേരമൊക്കെ സംസാരിച്ചുകൊണ്ട്. അപ്പോൾ ഇന്നത്തേത് ശരിക്കും നമുക്ക് അങ്ങനെ ഒരു എന്താ പറയുക, ആ ട്രബിളാണ് ശരിക്കും നമ്മളെങ്ങനെ ഇവരെ മീറ്റ് ചെയ്യാനും ഇങ്ങനത്തെ ഒരു ഡേ ശരിക്ക് തന്നത് കേട്ടോ. നമ്മൾ ട്രബിൾസ് മേക്ക് മെമ്മറീസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വെച്ചാൽ ട്രബിൾസ് ഉണ്ടാകുമ്പോഴേ നമുക്ക് മെമ്മറീസ് ഉണ്ടാവുള്ളൂ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെ കണ്ടാൽ മതി, ഒരു ഹേറ്റേഴ്സ് വീഡിയോ ആയിട്ടൊന്നും കാണണ്ട കേട്ടോ. കാര്യം എന്താ വെച്ചാൽ മോജോ ഇപ്പോഴും ഞാൻ പറയുന്ന പെർഫെക്റ്റ് വണ്ടിയാണ്. മഹീന്ദ്രയ്ക്ക് കുറച്ചുകൂടി ഒരു പ്രൊമോഷൻസും കാര്യം കൊടുത്ത് കുറച്ചുകൂടി സെയിൽസ് കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ നല്ല ഡീലേഴ്സ് കാര്യങ്ങളൊക്കെ വരും. അപ്പം പൊതുവെ എന്ത് ചെയ്യും, അവിടെ ഡീലർഷിപ്പൊക്കെ ഒന്ന് ഉഷാറായിട്ട് നന്നായി വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ചെറിയൊരു നമ്മുടെ സർവീസ് അതേപോലത്തെ ഇന്നത്തെ ഇവരെ കൂടെയൊക്കെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. ഇനി നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് കച്ചിലേക്ക് പോകണം. അപ്പോൾ ഇന്നത്തെ കച്ച് പ്ലാൻ ആട്ടോ മാറിയത്. അപ്പോൾ ഇങ്ങനത്തെ റൈഡിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും, ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കച്ചിൻ്റെ നല്ല അടിപൊളി വിഷ്വൽസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.